Hi guys, welcome back to Car Garage. In the garage, we have a video. ഒരു പോളിഷ് നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരുന്നു, നമ്മളെ പച്ച പോളിഷ്. അതുപോലെ തന്നെ ഒരു ഇന്നോവ ഗ്ലാസ് കംപ്ലൈൻ്റ് ആയിട്ട് വെള്ളം ലീക്കായിട്ട് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെയാണ് ഗ്ലാസ് ചേഞ്ച് ചെയ്യാൻ കൊടുത്തിരുന്നു. അപ്പോൾ അതും കൊണ്ടുപോകുന്നുണ്ട് രസകരമായിട്ടുള്ള വീഡിയോസൊക്കെ കാണിയിട്ട് കാർ ഗാരേജ് വന്നിരിക്കുകയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകും. നമ്മളിതിപ്പോൾ ഗ്ലാസ്സില്ലാത്ത വണ്ടി നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യാനായിട്ട് കൊണ്ടുപോകണം. ഗ്ലാസ് അയച്ചപ്പോൾ ഇപ്പോൾ 2007 മോഡല് ഇന്നോവയൊക്കെ ഗ്ലാസ് ഭയങ്കര വെള്ളം ലീക്കിങ് കംപ്ലൈൻറ്റ് ഇപ്പോൾ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അതായത് വെള്ളം ഈ സൈഡിൽ നിന്ന് ലീക്കായിട്ട് വരാമെന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസ് അതെന്താ കംപ്ലൈൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുരുമ്പാണ് പ്രശ്നം. അതായത് ഫ്രണ്ടിൽ വരുന്ന ഈ ഫ്രെയിം തുരുമ്പ് പിടിച്ചിട്ട് ഇതിലെ കൂടെ വെള്ളം ഇങ്ങനെ ഇറങ്ങണം. അതായത് സിലിക്കോൺ ഇട്ടാൽ പോലും എൻ്റെ ക്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങുന്ന ഒരു കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെ തുരുമ്പ് വന്ന് തുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണത് ഇപ്പോൾ ഈ വണ്ടിക്ക് ചെയ്ത മാതിരി തന്നെ ഫുള്ളായിട്ട് അതിൻ്റെ ഹോൾസ് അടയ്ക്കാം. മറ്റേ പൊട്ടിയൊന്നും യൂസ് ചെയ്ത് അടയ്ക്കരുത്, അല്ലെങ്കിൽ ഇത് ഹോൾസ് അടയ്ക്കാം. അതിനുശേഷം നമ്മുടെ കറക്റ്റ് ലെവലിങ് ചെയ്ത് അതിൽ പുട്ടിക്ക് ഇടേണ്ട ആവശ്യമില്ല, പുട്ടിയിട്ട് ലെവൽ ചെയ്ത് പെയിൻറ്റിങ് ചെയ്താൽ ഇപ്പോൾ ബോഡിക്ക് അടിച്ചാൽ പെയിൻറ്റ് അതിനടിച്ച് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഗ്ലാസ് ഇടുമ്പോൾ ആ ഒരു കംപ്ലൈൻറ്റ് പിന്നീട് ഉണ്ടാവില്ല. ഇപ്പോൾ 2007 അങ്ങനെ തുരുമ്പ് കാണുന്ന വണ്ടികൾക്കൊക്കെ നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നമ്മൾ ഗ്ലാസ് ഇട്ടിട്ട് പിന്നെ അയച്ച് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോയിട്ടുള്ള കാര്യമാണ്. ഈ വണ്ടിക്ക് ഇപ്പോൾ അങ്ങനെയാണ് കംപ്ലൈൻറ്റ്. 2007 വണ്ടിയാണ്, ടൈപ്പ് കൺവേർട്ട് ചെയ്ത് ഗ്രേ വണ്ടിയാണ്. ഞങ്ങൾ ഗ്ലാസ് നമ്മളുടെ ഗാരേജിൽ ഗ്ലാസ് ഇല്ല, തൊട്ടപ്പുറത്ത് കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ ഗ്ലാസ് മാറി കിട്ടും. അപ്പോൾ അത് മാറ്റാനായിട്ട് പോകും. അപ്പോൾ നമ്മുടെ കോളീസിൻ്റെ മറ്റേ എന്നിട്ട് വിൻഷീൽഡ് ഗ്ലാസ് മാറി. അപ്പോൾ നമ്മൾ എടുക്കാൻ വേണ്ടി വന്നാൽ ഇന്നോവയും കൊണ്ട് വന്നു. ഇന്നോവയുടെ നമ്മൾക്ക് മാറണം. അതിന് ഇന്നോവയ്ക്ക് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കോളീസിൻ്റെ ബീഡിങ് അടക്കം മാറിയപ്പോൾ അതിൻ്റെ പുതിയ ബീഡിങ് ഇട്ടിട്ട് ഗ്ലാസ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ നമുക്കിത് ഇനി കൊണ്ടുപോകാം. കോളീസെടുത്ത് തിരിച്ച് പോകണ ഗ്യാരേജിക്ക്. അപ്പോൾ കോളീസിനെ നമ്മൾ മാറ്റിയപ്പോൾ അതിൻ്റെ ബീഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ബീഡിങ് ഫുള്ളായിട്ട് മാറി. നമ്മൾ ഗ്ലാസ് ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ബീഡിങ്ങിന് ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റണം നല്ലതുണ്ട്. അല്ലെങ്കിൽ രണ്ടാമത് ബീഡിങ് ലീക്ക് ബീഡിങ്ങിന് കംപ്ലൈൻറ്റ് വന്നിട്ട് ലീക്കേജ് വരും. അപ്പോൾ അത് കാരണം രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ചിലവുള്ള കാര്യമുള്ള ബീഡിങ്ങിന് 1000 രൂപ, ഇപ്പോൾ 6000 രൂപ ഗ്ലാസ് മാറ്റെങ്കിൽ 1000 രൂപ ബീഡിങ് അങ്ങനെ കണ്ടെന്ന് തോന്നുന്നുണ്ട്. റേറ്റും കാര്യങ്ങൾ വരുന്നത് ചിലതിന് 600 രൂപ അങ്ങനെയൊക്കെ ഉള്ളു ബീഡിങ്ങിന് റേറ്റ്. അപ്പോൾ ബീഡിങ് ചേഞ്ച് ചെയ്യേണ്ടത് നല്ലത് കേട്ടോ, അവിടെ തന്നെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് ഫിറ്റിങ്ങാണ് ഉള്ളത്. അപ്പോൾ അടുത്ത ഫിറ്റിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത പോളിസിൻ്റെ വീഡിയോ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഗാരേജിൽ പോവാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു വൈറ്റ് ഇന്നോവ 2008 മോഡൽ ഇന്നോവ 2009 മോഡൽ ഇന്നോവ ടൈപ്പ് കൺവേർഷൻ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിമൂവ് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ പോവുക. അതിന് തന്നെ just walk right out the door. Don't wanna do this anymore. Now I'm lost without you. You drive me crazy out my mind. How'd you do this every time? Now I'm lost without you. Used to be the one I talk to when I'm sad. Can't you see now tainted love is all we have? Our issues run so deep. Now when I try to sleep I feel so bad. I should leave, and by the time it's done I'll be gone.
distant when you're home, always hanging by your phone. Do I even? നമ്മളിവിടെ ഗാരേജിൽ പട്നയെന്നൊരു വണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം ഇവിടുന്ന് 3000 കിലോമീറ്റർ 3000 കിലോമീറ്റർ അകലെന്ന് നമ്മളുടെ ഗാരേജിൽ വർക്കിനായിട്ടൊരു വണ്ടി വന്നിട്ടുണ്ട്. BR രജിസ്ട്രേഷൻ വണ്ടിയാണ്. ശരിക്കും അവിടെ ഉള്ളവരാണ്, അവിടെ സെറ്റ് ചെയ്തിട്ടാണ് അവർ. അപ്പോൾ ആ വണ്ടി ഗ്രേ കളർ വണ്ടിയാണ് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ വണ്ടിയുടെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അതുപോലെ ഇത് ഫൈൻ ചെയ്തിട്ടുള്ള വീഡിയോസ് അടുത്ത് വരുന്നതാണ്. ഏകദേശം ഇത്രയും കിലോമീറ്റർ അകലെയാണ് നമ്മുടെ ഇവിടേക്ക് വർക്കിന് വേണ്ടി വന്നത്. നമ്മളുടെ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നതാണ് അവർ. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ഫൈനലാവും ഏകദേശം 17-ാം തീയതി ഡെലിവറി. അതായത് ഇന്നിപ്പോൾ നവംബർ 13-ാം തീയതിയാണ്. അപ്പോൾ 17-ാം തീയതിക്ക് ഡെലിവറി ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വരും. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് നമുക്ക് വർക്ക് വന്ന വലിയൊരു ഇതായിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം.